ജിത്തുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവം വളരെ വേദനാജനകമാണ്. വീട്ടുകാരും കുടുംബക്കാരെല്ലാം തന്നെ അതിൻ്റെ ഒരു വേദനയിൽ തന്നെയാണുള്ളത്. 5 പേരായിട്ടാണ് ഒരു സുഹൃത്തുക്കളും ബന്ധുക്കളായ 5 പേരായിട്ടാണ് മീൻ പിടിക്കാനായി അങ്ങോട്ട് പോയത്. ആ സമയത്ത് ആ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന വിനീഷ് നമ്മളിപ്പം ചേരുന്നുണ്ട്. വിനീഷ് ജിത്തുവിൻ്റെ ഒരു കസിനാണ്. വിനീഷ്, ഇതിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇറങ്ങുമ്പോഴും ഇറങ്ങിയതാണ്? അതെ അതെ, ഞങ്ങൾ സാധാരണ അത് എല്ലാവരും അങ്ങനെ പോലുണ്ട്. മീൻ വരുന്ന സ്ഥലമാണല്ലേ? ചെറിയ ആരുമാണ് സാധാരണ ഞങ്ങളിങ്ങനെ വരുമ്പോൾ പോലുണ്ട്. പെട്ടെന്നാണ് അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായത്. അവരിങ്ങനെ നിങ്ങൾ കരയിൽ നിൽക്കുകയായിരുന്നു? അല്ല, ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കൂടെ തന്നെയായിരുന്നു. വല കോരിയാണ്ട് പോരായിരുന്നു. വല കോരി പോയിട്ട് പിടിക്കുമായിരുന്നു. അപ്പോഴാണ് ഫസ്റ്റ് ജിത്തുവിനെ ഷോക്ക് അടിക്കുന്നത്. ഓനപ്പം തന്നെ ഏതുണ്ടായിരുന്നു, ഓനെ കൂടി ഷോക്ക് അടിച്ച് വീണു. ഓരോ രണ്ടരക്കാരാണ് ഷോക്ക് അടിച്ച് വീണത്. പിന്നെ ഒരാൾക്കൂടെ ഉണ്ടായില്ല. ഓലെ അതിന് ഏതുവിനെ രക്ഷിച്ചപ്പോഴാണ് രണ്ടാമത് ജിത്തുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പോണത്. അതിലാണ് ഷാനു മുന്നിൽ പോയത്. അപ്പോഴാണ് ആ കമ്പിമ തട്ടിയിട്ട് ഷാനു വീണത്. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ആ സൈഡിൽ വേറെ കമ്പിയുള്ളത്. എന്നിട്ട് പിന്നെ വിനീഷ് പോയി ശ്യാമിനെ അവിടെ ശ്യാമ ശരത്ത് പോലെ ഓലെ വീടാണ് എടുത്തുള്ളത്. അവരെ വീട് തന്നെ ഉള്ളു അവിടെ പിന്നുള്ളത്. ഞാൻ എളുപ്പം അങ്ങോട്ട് മണ്ടിച്ചെന്ന് പോലെ വിളിച്ച് ഫീസ് വരാനും ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഓല് വന്ന് രക്ഷപ്പെടുത്തി. സമയം എടുത്തു വെള്ളത്തിൽ ഇറങ്ങാൻ വഴിയാണ്. ഇവിടെ ശരിക്കും ഈ ഇത് കമ്പി ഉള്ളത് നമുക്ക് അറിയില്ല. ഇല്ലേ, അറിയില്ല. സ്ഥിരമായിട്ട് നമ്മൾ കളിക്കാനൊക്കെ ഇറങ്ങുന്നത്, കുടിക്കാനൊക്കെ ഇറങ്ങുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പോണതാണ്. അതിലാണ് പോണതാണ്. നടന്നു പോയി തീർച്ചയായും ഇവർ അവിടെ ഒരു കമ്പികൾ സ്ഥിരമായിട്ടുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയില്ല. അവർ സ്ഥിരമായിട്ട് കളിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്നലെ എന്തായാലും അത് ഷോക്കേറ്റു. ജിത്തുവിൻ്റെ മരണത്തിൽ വലിയ ദുഃഖത്തിൽ തന്നെയാണ് വിനീഷ്, അതോടൊപ്പം തന്നെ ബന്ധുക്കളും എല്ലാവരും ഉള്ളത്. ബിപിൻ ജെയിംസിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 നിലമ്പൂർ.